ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ 50-50, ഒരു വെറൈറ്റി ആയിട്ടുള്ള വിഭവമാണ് ചിക്കൻ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോൺലെസ് ചിക്കൻ വെച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് 2 പോർഷനായിട്ടാണ് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കേണ്ടത്. ആദ്യത്തെ പോർഷനിലേക്ക് നമുക്ക് വേണ്ടത് കാന്താരി, മല്ലിയില, കറിവേപ്പില പേസ്റ്റ് 1 ടീസ്പൂൺ, പെരുംജീരകപ്പൊടി 1 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് ആവശ്യത്തിന് ഉപ്പിടുക, അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ഇടുക. പിന്നെ അല്പം നാരങ്ങ നീര്, ഇതും അല്പം വെളിച്ചെണ്ണയും ചേർത്ത് നന്നായി തിരുമ്മി വയ്ക്കുക. അപ്പോൾ ഈ ചിക്കൻ 50-50 എന്ന് പറയുന്നത് തന്നെ നമ്മൾ 50-50, അതായത് 2 ഭാഗമായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതുകൊണ്ടാണ് ആ ഒരു പേരിൽ പറയുന്നത്. പിന്നെ നമ്മൾ അടുത്ത പോർഷനിലേക്ക് വേണ്ടത് ഇതേപോലെ തന്നെ ബോൺലെസ് ചിക്കനിലേക്ക് അല്പം ചെറുനാരങ്ങ നീര്, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി നമുക്ക് 1 ടീസ്പൂൺ തന്നെ മതിയാവും. പിന്നെ വേണ്ടത് മുളക് പൊടി 1 ടീസ്പൂൺ, അത് എരിവിനനുസരിച്ച് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നമുക്ക് ചെയ്യാം. പിന്നെ ചില്ലി ഫ്ലേക്സും അല്പം മതിയാവും, കാരണം കുരുമുളക് പൊടി മുളക് പൊടി എല്ലാം ചേർക്കുന്നതുകൊണ്ട് എരിവ് ആവശ്യത്തിന് ചേർക്കുക. പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതും ചേർത്ത് നന്നായി ഇതുപോലെ തന്നെ മാരിനേറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കുക. ഒരു 15 മിനിറ്റോളം ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് പാൻ ചൂടാവുമ്പോൾ ഓയിലോ എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ രണ്ട് വശങ്ങളിലായിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാന്താരി, മല്ലിയില ആ പേസ്റ്റ് തേച്ചിട്ടുള്ളത് ചിക്കൻ ഒരു വശത്തും, അടുത്ത പോർഷൻ അടുത്ത സൈഡിലുമായിട്ടാണ്. ഓയിൽ ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി, അധികം വേണമെന്നില്ല. നമ്മൾ 2 പോർഷനാക്കി അത് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇത് 2 വശങ്ങളിലായിട്ടാണ് നമുക്ക് വെക്കേണ്ടത്. അപ്പോൾ അധികം ലോ ഫ്ലെയിമും വേണ്ട, ഹൈ ഫ്ലെയിമും വേണ്ട, മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ 2 വശങ്ങളിലായിട്ട് വയ്ക്കുക. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മസാലകൾ സ്പ്രെഡ് ആവാതിരിക്കാൻ നടുവിൽ നമുക്ക് അല്പം സവാള ഇതുപോലെ അരിഞ്ഞ് നടുവിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി അടച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തതിന് ശേഷം മറിച്ചിടാം. അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. കാന്താരി മുളകിൻ്റെ മല്ലിയിലയുടെയൊക്കെ സ്മെല്ല് നന്നായിട്ട് നമുക്ക് മൂക്കിലേക്ക് എടുക്കും. നല്ലൊരു സ്മെല്ലാണ് വരിക. അടച്ച് വെച്ച് നന്നായിട്ട് വേവിക്കുക. അതിന് ശേഷം നമുക്ക് ഒന്ന് വെന്ത് ഇതാകുമ്പോൾ നമുക്ക് പെരുംജീരകം മുഴുവനായിട്ടുള്ള പെരുംജീരകം നമുക്കൊന്ന് തൂവിക്കൊടുക്കുക. ഒരു വശം ആയിക്കഴിഞ്ഞ് മറിച്ചിട്ട് 2ലും അങ്ങനെ മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 സൈഡും ഫ്രൈ ചെയ്ത് ഏകദേശം ഫ്രൈ ആയി, അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മൾ രണ്ട് ഇതിലായിട്ടാണ് നമ്മൾ സെർവ് ചെയ്യുക. നമ്മൾ നടുവിലൊരു ക്രാക്കേഴ്സും കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി എല്ലാവരും പോയി കാണാം, ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.